നല്ലൊരു ചൈനീസ് സ്റ്റർ ഫ്രൈ ആണ് കുങ് പൗ ചിക്കൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുങ് പൗ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. കുങ് പൗ ചിക്കൻ എന്ന് പറയുന്നത് കുറച്ച് സ്പൈസിയും സ്വീറ്റും സവറുമായിട്ടുള്ള ഒരു ചൈനീസ് പ്രിപ്പറേഷനാണ്, ഡ്രൈ ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ. അപ്പോൾ കുങ് പൗ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ ബോൺലെസ് ചിക്കനാണ് യൂസ് ചെയ്തേക്കുന്നത്, 250 ഗ്രാം. അതിനകത്തേക്ക് മാരിനേഷൻ എല്ലാം ചേർക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ലൈറ്റ് സോയ സോസ്, റൈസ് വൈനാണ്, കുക്കിംഗ് വൈനാണ്, 1 ടേബിൾ സ്പൂൺ ചേർക്കാം. അതില്ല എങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാൽ മതി. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പഞ്ചസാര 1/2 ടീസ്പൂൺ, കോൺഫ്ലവർ ഇതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഉപ്പ് എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം സോസിൽ നിന്നുള്ള ഉപ്പുണ്ടാവും. ഒരു 15 മിനിറ്റ്സ് മാരിനേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മൾ അടുത്തായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള ഗ്രേവിയിലേക്ക് ചേർക്കാനുള്ള സോസസ് റെഡിയാക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ലൈറ്റ് സോയ സോസ് 2 ടീസ്പൂൺ, ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതിനകത്തേക്ക് വിനീഗർ, നമ്മൾ ചൈനീസ് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന റൈസ് വിനീഗറാണ്, 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് ഹോയ്സിൻ സോസ് ചേർക്കാം, 1.5 ടീസ്പൂൺ. പഞ്ചസാര 1 ടീസ്പൂൺ. അപ്പോൾ സോസസ് എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ചൈനീസ് കുക്കിംഗ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള കുക്കിംഗ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വോക്കിൽ കിടക്കുന്ന സാധനങ്ങൾ ബേൺഡ് ആവാണ്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ തന്നെ 1/8 കപ്പ് സ്റ്റോക്കാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ സ്റ്റോക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. ചിക്കൻ സ്റ്റോക്കിന് പകരം നിങ്ങൾക്ക് വെറുതെ വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്റ്റോക്ക് ക്യൂബ് ഉപയോഗിച്ചിട്ട് സ്റ്റോക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചിക്കൻ്റെ ബോൺ എല്ലാം കൂടി ഇട്ടിട്ട് വേണമെങ്കിലും സ്റ്റോക്ക് ഉണ്ടാക്കാം. അതിന് പകരം വെള്ളം ചേർത്താലും മതി. കുറച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് രണ്ടും റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വോക്കിൽ ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പരുവത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഈ പീസസ് ഇട്ട് ഫ്രൈ ചെയ്യാം. ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ്. ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എനി ന്യൂട്രൽ ഓയിൽ ഉപയോഗിക്കാം, അധികം ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ ഉപയോഗിക്കാം. കനോള ഓയിലോ റൈസ് ബ്രാൻ ഓയിലൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ചിക്കൻ ഇട്ട് ഇതേപോലെ ഒന്ന് ബ്രൗൺ ആയാൽ മതി, പെട്ടെന്ന് കുക്കാവും. നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ചിക്കൻ ബ്രസ്റ്റാണ്. ചിക്കൻ തൈസ് ആണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും, ഒന്നുകൂടെ ജ്യൂസി ആയിട്ട് കിട്ടും. പിന്നെ ഇത് ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇതിൽ നിന്ന് ഒരു 2-2.5 ടേബിൾ സ്പൂൺ എണ്ണ മതി നമുക്ക്, ബാക്കിയെല്ലാം മാറ്റാം. എണ്ണയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അതേപോലെ തന്നെ 2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, എൻ്റെ കയ്യിലിരിക്കുന്ന 1/2 ടീസ്പൂണാണ്, അതുകൊണ്ടാണ് 4 പ്രാവശ്യം ഇട്ടത്. കൂടാതെ 1 തണ്ട് സെലറി ഇത്ര ഇട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റുക. ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ്
നല്ലൊരു മണം വന്നാൽ മാത്രം മതി. ഇതിലേക്ക് 4 ഉണക്കമുളക് ഡ്രൈ ചില്ലി കീറിയിട്ടേക്കുന്നതാണ്, അതോടെ ചേർക്കാം. അതേപോലെ തന്നെ സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് പോർഷനും, സ്പ്രിംഗ് അണിയൻ്റെ അടിയിലുള്ള ഭാഗം മാത്രം ചേർക്കാം. ഒരു സ്പ്രിംഗ് അണിയൻ്റെയാണ്. സ്പ്രിംഗ് അണിയൻ്റെ ഈ ഒരു ഭാഗം മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനകത്ത് കുങ് പാവ് ചിക്കനിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സെഷ്വാൻ പെപ്പർകോൺസ്. സെഷ്വാൻ പെപ്പർകോൺസ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലേവർഫുള്ളായിട്ടുള്ള പെപ്പറാണ്. ഇതേപോലെ ഇരിക്കും. ഇത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൗഡർ ചെയ്താണ് ചേർത്തത്. 1/8 ടീസ്പൂൺ മതി. ഇതിലേക്ക് ക്യാപ്സിക്കം ഒരു 1/2 കപ്പ് ഗ്രീനും റെഡും ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഇട്ട ശേഷം ഒരു 15 സെക്കൻഡ്സ് ഒക്കെ വഴറ്റിയാൽ മതി. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സോസ് ചേർക്കാം. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ചിക്കനൂടെ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവറും ഇച്ചിരി സ്റ്റോക്കിൽ 1/8 കപ്പ് സ്റ്റോക്കിൽ വെച്ചിട്ടുണ്ട്, അതോടെ ചേർക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇത് ടോസ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഫ്രഷ് സ്പ്രിംഗ് അണിയൻസ് ഇടാനുണ്ട്. കുറച്ച് പീനട്സും കൂടെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് സ്പ്രിംഗ് അണിയൻസും കൂടെ ചോപ്പ് ചെയ്തിടാം. അതേപോലെ തന്നെ കുറച്ച് പീനട്സ്. കുങ് പാവ് ചിക്കൻ ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ മധുരവും പുളിയും എരിവും എല്ലാം കൂടെ ഉള്ളൊരു പ്രിപ്പറേഷനാണ്. സെഷ്വാൻ പെപ്പർകോണിൻ്റെ ആ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും. ആ രീതിയിലുള്ളൊരു പ്രിപ്പറേഷനാണ് കുങ് പാവ് ചിക്കൻ. അപ്പോൾ ഇത് നമുക്ക് സൈഡ് ഡിഷായിട്ട് റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ നൂഡിൽസിൻ്റെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാൻ നല്ലതാണ്. കൂടാതെ സ്റ്റാർട്ടേഴ്സായിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.